പനി മലൈ മുകൾ വരുന്നോരേ തിന്താമിലാൽ തിന്താജിത്ത് പാടിതുന്നേ ഒരു നല്ല ജീവിതം പ്രതീക്ഷിച്ചാണ് അവളെയും കണ്ടു കൊതി തീരാത്ത കുഞ്ഞിനോട് യാത്ര പറഞ്ഞിട്ട് ഞാൻ ഗൾഫിലേക്ക് പോയത്. ചെന്നുടനെ തന്നെ എനിക്ക് ജോലിയൊക്കെ ശരിയായി. ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തിലായിരിക്കുമ്പോഴാണ് ഒരു ദിവസമേ ഞാൻ ജോലി കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ എന്റെ റൂംമേറ്റ് കുത്തേറ്റ് കിടക്കുക. ഞാൻ ഓടിച്ചെന്ന് അയാളെ എടുത്തപ്പോ അവിടേക്ക് ഓടിക്കൂടിയവരുടെ മുന്നിൽ ഞാൻ കുറ്റക്കാരനായി. ഞാനല്ലാതെ ചെയ്തതെന്ന് പറയാൻ അവന് ജീവിതം ബാക്കിയുണ്ടായില്ല. 2 വർഷക്കാലം ഞാൻ ജയിലിലായി. ഇതൊന്നും അറിയിക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം വേറൊരു രാജ്യം, അവിടുത്തെ നിയമങ്ങൾ, അവളിതൊന്നും അറിഞ്ഞില്ല. തിരികെ ഞാൻ മടങ്ങി വരുമ്പോൾ അവരുടെ മരണവാർത്ത ഞാൻ അറിയില്ല. പിന്നെ ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല. ഒരു വിഷാന്തേഹിയെ പോലെ ഞാൻ വേറെ എവിടേക്കോ അടഞ്ഞ് ഒടുവിൽ ഇവിടെ എത്തി. സാറേ എനിക്ക് അവരെ കണ്ടു കൊതി പോലും തീർത്തിട്ടുണ്ടായിരുന്നില്ല. അവളെ ചതിച്ചിട്ടില്ലെന്ന് ഇനി എങ്ങനെയാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക? അവളും കുഞ്ഞും അവനെ ഒരുപാട് അനുഭവിച്ച് കാണും അല്ലേ? ഒരുപാട് സങ്കടപ്പെട്ട് കാണും. അതാ അവര് ഇങ്ങനെ കടുകൈ ചെയ്തത്. എനിക്കിനി എത്രയും പെട്ടെന്ന് അവരുടെ അടുത്ത് എത്തിയാൽ മതി. പക്ഷെ ഈശ്വരൻ എന്നെ അതിനും അനുവദിക്കത്തില്ല. ഓരോരുത്തർക്കും ഓരോ ജന്മോദ്ദേശമുണ്ടല്ലോ. എനിക്കൊരു പക്ഷേ ഇതായിരിക്കാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതും ഇതെനിക്ക് അങ്ങയുടെ കയ്യിൽ കൊണ്ടുതരാൻ കഴിഞ്ഞത്. അങ്ങയുടെ ഭാര്യ ഇതെല്ലാം കാണുന്നുണ്ടാവാം, കേൾക്കുന്നുമുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരു 100 വട്ടം അങ്ങയുടെ മാപ്പും ചോദിച്ചിട്ടുണ്ടാവാം.
ഒരിക്കലും അവരെ ശപിക്കരുത്. അരുണേട്ടാ, എന്താ? ഏയ്, വാ പോവാ. എന്നാ ശരി. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പോലത്തെ ഫ്രെയിം അല്ലേ? പുള്ളി ഒരു ചിത്രകാരനാണേ. നമ്മുടെ ഒരു പടം വരച്ച് ഫ്രെയിം ചെയ്യണമെന്ന് വേണോ? ഓ, ഒരു ഫ്രെയിം വരത്തിച്ച പാട് നമുക്കറിയുള്ളൂ. വേണ്ടല്ലേ? അരുണേട്ട് നടന്നേ. അവന്റെ ഒരു കപ്പലുണ്ട് വന്നപ്പോ മോല് ചേച്ചി, ഈ കപ്പലണ്ടി എടുക്കുക ചേച്ചി. മോന്റെ പേരെന്താ? ആദി. എന്ത്? ആദിത്യ. എന്താ ചേച്ചി? അച്ചു എന്തുവാടി? വന്നേ. അകന്നു പോയി പ്രാരേ എൻ ജീവനേ വരുമോ നീ? വകരിക്ക്. ഏത് പിള്ളേരെ കണ്ടാലും നീ ഇങ്ങനെ തന്നെ. എന്താ അച്ചു? പോവാടാ മക്കളെ. പോവാ. കൺമണിയെ എൻ പൊന്മണി നെഞ്ചിൽ എന്നും തേൻ കനി മാഞ്ഞു പോയ കാലമെന്നോർക്കുന്നു ഞാൻ പാട്ടുപാടി ഉറക്കി ഞാൻ നെഞ്ചിലെ ചൂടിനാൽ എന്നും നീയേ അകലെയാൻ കണിമുത്തേ നീ അരികിലായി ചേരുവാൻ എന്നും എന്നുള്ളിൽ നീ എൻ പ്രാണനെ എന്നോ നീയേ കുളിരലകളായി നീ കാത്തിരിക്കാം ഓർത്തിരിക്കാം നിന്റെ വരവിനായി പ്രാണനെ എൻ ജീവനിൽ